അപ്പോൾ അതിനുശേഷം ഈ സ്റ്റേജിൽ എപ്പോഴും പാടാറുള്ള പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? അന്നൊക്കെ ഞാൻ നാടകമായിരുന്നു കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നാടകത്തിന് ഒരുപാട് ലേഡീസുകളൊന്നും അന്ന് ഇറങ്ങൂലല്ലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മെയിൻ നടികൾ വന്നില്ലെങ്കിൽ നമ്മളെ കർട്ടനൊക്കെ ഇട്ട് പിന്നിലിരുത്തി പാടിപ്പിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അപൂർവം ഗാനമേള. ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ഓർമ്മ ഞാനൊന്ന് പറയട്ടെ. കാരണം ഇടയ്ക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, കൈരളി തന്നെ വന്നതാണ്. അപ്പോൾ അതിനകത്ത് തിലകൻ സാറ് ദേവരായ മാഷിനെ പറ്റിയിട്ട് പറയുന്ന എന്ന് വെച്ചാൽ തിലകൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അതായത് ആ ഒരു അഭിനേതാവിനെയും അതുപോലെ തന്നെ ആ സംഗീതം എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനകത്ത് ആൾ പറയുന്നുണ്ട്, ഈ നാടകം കാണാൻ പോകുമ്പം, അപ്പോൾ ഈ നാടകം കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കലബില എന്ന ആൾക്കാരിങ്ങനെ സംസാരിച്ചോട്ട് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ആ ഒരു നാടകം തുടങ്ങുന്ന ആ ഒരു സമയത്ത് ആ ഒരു ബെല്ല് വീഴുന്നു. അപ്പോഴത്തേക്കും തന്നെ ഈ തുഞ്ചൻ പറമ്പിലെ തത്തേ എന്നും പറഞ്ഞിട്ട് ഈ കർട്ടൻ അങ്ങ് പൊങ്ങുന്ന സംഭവം. അപ്പോൾ തിലകൻ സാർ പറയുന്നത്, അത്രയും നേരം ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിലോട്ടങ്ങ് ആ നാടകം കാണാനായിട്ട് തയ്യാറെടുത്ത സൈലൻസിലോട്ട് പോകും. അപ്പം തിലകൻ സാറ് പറയുന്നത് അത് ഈ ദേവരായ മാഷിൻ്റെ ഒരു എന്താ പറയുക, സംഗീതത്തിൻ്റെ ഒരു മാസ്മരികത, അതുകൊണ്ടാണ് ഈ ആൾക്കാരെ പൂർണ്ണമായിട്ടും ആ ഒരു ശ്രദ്ധയിലോട്ട് എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വരികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ടിന് ഒരു വരികളിലൂടെയാണ് അദ്ദേഹം സംഗീതം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടാണ് അമ്മയ്ക്ക് അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരാൻ പറ്റുക? പ്രിയതമ എന്ന് ആദ്യത്തെ വിളിയിൽ ആ കണ്ണിലെ പ്രണയം ഇവിടെ ഇരിക്കുന്നവർക്ക് കിട്ടും. സത്യം. എന്തെങ്കിലുമൊക്കെ ഓർത്താണോ പാടിയത്? ഇല്ല, ഞാൻ കെ.ആർ. വിജയുടെ സൗന്ദര്യം, അവര് കിടന്നാണല്ലോ പാടുന്നത്. അപ്പം ആ രൂപമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അല്ല, എനിക്ക് വേറൊന്നും തോന്നിയില്ല. ഇപ്പോഴും അപ്പോഴും കെ.ആർ. വിജയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ പാട്ടിന്റെ പുറകിൽ എന്തോ ഒരു സ്പെഷ്യൽ കഥയില്ലേ? എന്തോ ഒരു സഹായത്തിന്റെ അല്ലേ, ഒരു സഹായിച്ചുകൊണ്ട് എന്തോ സഹായിച്ചെന്ന് വെച്ചിരുന്നാല്, ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു, പുലയനാർ കോട്ടേഴ്സിൽ. അപ്പോൾ അവർക്കൊരു മോളുണ്ട്, 3.5 വയസ്സുകാരി. അവിടെ നിന്നേ എടുക്കണം പട്ടം വരെ. പട്ടത്തെ അന്നത്തെ കൽപ്പനയോ സലീം എന്തൊക്കെ പറയും, ആ തിയേറ്ററിലാണ് ഒന്ന് കാണാൻ, സെക്കൻഡ് ഷോ. അപ്പോൾ ഞാൻ സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ അവിടെ നിന്നേ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് വരും. എനിക്കന്ന് 14 വയസ്സുണ്ട്. അവിടെ നിന്ന് എടുത്ത് സിനിമയെ കണ്ടിട്ട് തിരിച്ചും അതുപോലെ കൊണ്ടുപോകണം. അതായത് ഒരു സഹായത്തിന്റെ പേരിൽ ഒരു സിനിമ ഫ്രീ. ആ സിനിമ അന്ന് ഈ സിനിമയാണ് കാണാൻ പോയത്. ഒറ്റ സിനിമയല്ല, ഒറ്റ സിനിമയാണ്.